Hello everyone, welcome back to our channel Shuttu and Mama. അപ്പം ഞാൻ ഇപ്പോൾ എഴുന്നേറ്റിട്ടേ ഉള്ളൂ. എന്താ പറയുക, ഷുട്ടു ഇപ്പോൾ എണീച്ചിട്ടില്ല. ഇനിയിപ്പോൾ അവളെ കൊണ്ട് താഴെ കിടത്തണം. ഞാൻ കുറേ നേരം വിളിച്ചു നോക്കി, പക്ഷേ അനക്കൊന്നുമില്ല ആൾ. അപ്പോൾ എന്തായാലും ഞാൻ അവളെ കൊണ്ട് താഴെ കിടത്തട്ടെ. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു ഡെയിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പോയിട്ടൊന്ന് ഫ്രഷപ്പ് ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ. ഷുട്ടുവിനെ താഴെ കൊണ്ട് കിടത്തിയിട്ട് ഞാൻ ഒന്ന് ഫ്രഷപ്പായി പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു, മുഖമൊക്കെ ഒന്ന് ക്ലീനാക്കി. പിന്നെ ഞാൻ നേരെ പോയിട്ട് ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാനിന്ന് നേരത്തെ മരുന്നൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചായയെല്ലാം കുടിച്ച് കഴിയുമ്പോഴേക്കും ഇതാ ഷുട്ടൂപ്പി എണീച്ച് വന്നിട്ടുണ്ട്. രാവിലെ എണീച്ച് വന്ന പാടന്നെ അച്ചാച്ചൻ്റെ ഫോൺ അടിച്ച് മാറ്റിയിട്ട് ആളവിടെ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവളൊന്ന് ഫ്രഷപ്പ് ആക്കിയിട്ട് ചായയൊക്കെ കൊടുക്കണം. പല്ല് തേക്കണം. ചുറ്റുപാടൊക്കെ പല്ല് തേക്കണോ? ബ്രഷ് എടുക്കട്ടെ. അപ്പൊ എൻ്റെ ചായയുടെയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഷുട്ടൂപ്പിക്ക് കൊടുക്കുമല്ലോ വേണം. അപ്പം നമുക്കിന്ന് അയിലയാണ് കിട്ടിയിട്ടുണ്ടായത്. അയല അമ്മ അത് മഞ്ഞളും ഉപ്പൊക്കെ മുളകെല്ലാം ഇട്ട് പെരക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് കറി വെക്കാമെന്ന് വിചാരിക്കുന്നു. നല്ല ജീരകം ഇട്ട് അരച്ച് അമ്മ ഒരു കറി വെക്കലുണ്ട്, തേങ്ങ അരച്ചിട്ട്. അപ്പം അങ്ങനെ ആക്കിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ എന്തായാലും ഷുട്ടുവിന് ഫുഡൊക്കെ കൊടുത്തു സെറ്റ് ചെയ്യാം. ഇതാരെ പൊട്ടെല്ലാം വെച്ച് സുന്ദരി ഓ തുറക്കേ അച്ചാച്ചാ. അങ്ങനെ ഷുട്ടുവിന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തു. അതിനുശേഷം പിന്നെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ പോയിട്ട് പോകുന്നുണ്ട്, ഏച്ചിമാരുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞിട്ട്. ഇന്ന് നല്ല അരിയല്ല റേഷനം. അത് അമ്മ അരിയൊക്കെ കഴുകി അടുപ്പത്തിടുമ്പോഴേക്കും ഞാൻ പിന്നെ എൻ്റെ സ്കിൻ കെയർ ഒക്കെ ചെയ്യാമെന്ന് ചോദിച്ചു. സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല. എപ്പോഴും നിയാസിനമൈഡ് അപ്ലൈ ചെയ്യുന്നു, ലിപ് ബാം ഇടുന്നു, അത്രയേ ഉള്ളൂ. അത് തന്നെ എല്ലാ ദിവസവും ഞാൻ ചെയ്യാൻ എനിക്ക് മടിയാണ്, ഞാൻ മറന്നു പോവും. ഓർമ്മ ഉണ്ടാവും, പക്ഷേ എൻ്റെ മടി അങ്ങോട്ട് സമ്മതിക്കില്ല. ഇത് ഓൾറെഡി തീർന്നു, ഞാനതൊക്കെ മുട്ടിത്തട്ടി പൊടി തട്ടി എടുക്കുന്നുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ലിപ് ബാം, ഇത് നിവ്യയുടെ ലിപ് ബാമാണെന്ന് തോന്നുന്നു. ഞാൻ ലെബല്ലോ ആയിരുന്നു യൂസ് ചെയ്യാറുള്ളത്, പക്ഷേ ലെബല്ലോ ഇവിടെ നാട്ടിൽ കിട്ടുന്നില്ല. അപ്പം ഞാൻ അതിൻ്റെ സെയിം സംഭവം നല്ലൊരു ഫിനിഷിങ് കിട്ടുന്നതാണ് നിവ്യ. അപ്പോൾ അങ്ങനെ അത് എടുത്തിടും. പിന്നെ ഇതാ നമ്മളിന്ന് കപ്പക്ക ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മ പോയി കപ്പക്കയൊക്കെ പറിച്ച് കൊണ്ടുവന്ന് ഞാനിതാ ഇത് ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഒന്നിക്കിൽ ഇങ്ങനെ നമ്മളെ ആ സാധനത്തിൻ്റെ പേരെനിക്കറിയില്ല, നമ്മൾ അച്ചാറിനൊക്കെ ചിരണ്ടിയിടില്ലേ, അതുമാതിരി ഒന്നിക്ക് ചിരണ്ടിയിടും, അല്ലെങ്കിൽ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. പിന്നെ ഇന്ന് നമുക്ക് അയില കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അയില കുറച്ച് അരച്ച് വെക്കാമെന്ന് പറഞ്ഞു അമ്മ നല്ല ജീരകമൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് അരച്ചിട്ടൊരു കറി വെക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം ഇഷ്ടമായിട്ട് ഇഷ്ടമല്ലായിട്ടൊക്കെ കണക്കാന്ന്. എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഞാൻ പറഞ്ഞില്ല, അന്ന് മൈഗ്രെയിൻ വന്നതിന് ശേഷം മര്യാദയ്ക്ക് പ്രോപ്പർലി ഫുഡ് കഴിക്കാനേ പറ്റുന്നില്ല. എന്താ പറയുക, വേണ്ടാണ്ട് ഇങ്ങനെ കഴിക്കാമെന്ന് അറിയില്ലേ, വിശപ്പ് എന്ന് പറയുന്ന സാധനം വരുന്നും കൂടിയില്ല. അതുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ ഭയങ്കര കഷ്ടമാണ് ഇപ്പം എൻ്റെ കാര്യം എന്ന് പറയുന്നത്. വിശപ്പ് തീരെയില്ല, തിന്നാനും തോന്നുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. അങ്ങനെ ഞാൻ ചുരണ്ടി ഇടാനുള്ള മടി കാരണം നൈസായിട്ട് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. എന്താ പറയുക, ഇങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് വെക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. അമ്മ ഇതിലും കുറച്ചും കൂടെ വണ്ണത്തിൽ മുറിച്ചിടും, പക്ഷേ എനിക്ക് കുറച്ചും കൂടെ നൈസായിട്ട് ഇഷ്ടം. അതിന് ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ അപ്പുറത്ത് തന്നെ അമ്മ മീൻ കറിക്കുള്ള അരപ്പെല്ലാം റെഡിയാക്കി ചട്ടിയിലേക്കൊക്കെ മാറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പരിപാടിയും കഴിയുന്നുണ്ട്. മുട്ടയായിട്ടുണ്ടാവുക പാലൊക്കെ ചിരണ്ടി വെച്ചിട്ട് ഒന്ന് ലാസ്റ്റ് ഇടാം. ഇപ്പോൾ നമ്മൾ ഉപ്പേരിൻ്റെ സാധനങ്ങളെല്ലാം റെഡി. മീൻ ഇവിടെ ഉണ്ട്, മീനിൻ്റെ ചാറ് തിളക്കുന്നു. മീൻ തിളച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ മീനിടും. ജീരകം ഇട്ടിന അമ്മ മീനിൽ ജീരകം. ഞാനപ്പോൾ എന്തായാലും ഉപ്പേരി ആക്കട്ടെ. ഇതിൽ വെളിച്ചെണ്ണ ഇല്ല. കറി ഷുട്ടിന് വൈകുന്നേരം കൊടുക്കാം.
അപ്പോൾ അങ്ങനെ നമ്മൾ കറിൻ്റെ ഉപ്പേരിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ചുട്ടൂന് പാല് ചൂടാക്കി വെക്കണം. രാവിലെ വാശി പിടിച്ചിട്ട് അധികം നല്ലതായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പാലും മുട്ടയും കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനി പാലും മുട്ടയും ആക്കിയിട്ട് ചേച്ചിമാരുടെ പോയിട്ട് കൂട്ടിയിട്ട് വരണം. വരുമോ ആരിക്കറിയാം. നമ്മളെ മീൻകറി ഇവിടെ റെഡിയാകുന്നുണ്ട്. നമ്മളെ ഉപ്പേരി, ചുട്ടൂപ്പിൻ്റെ പാല് എക്സ്ട്രാ ഉണ്ട്. ഞാനും കുറച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. ഡാർക്ക് ഫാൻറ്റസി വരച്ചിട്ടു പെൻറ്റിച്ചി ചുട്ടുപ്പി പാൽ കുടിക്കാ. അതെല്ലാം അവിടെ വെച്ചേ. അങ്ങനെ നമ്മുടെ ലഞ്ചിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ ചുട്ടൂന് പാലും മുട്ടയും കൊടുത്തു. പിന്നെ നമ്മൾ നാടൻ പഴം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു പഴം കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയാണ്. ഇനിയിപ്പം നമ്മൾ ചുട്ടിപ്പം കഴിച്ചുകൊണ്ട് ഇനി എന്തായാലും മെല്ലെ ഫുഡ് കഴിക്കുള്ളൂ. ഇപ്പോൾ 12 മണിയായി. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ കാണാം. അങ്ങനെ ഞാൻ 2 പഴമൊക്കെ കഴിച്ചു. ഇത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ പഴമായിരുന്നു. അതുകൊണ്ട് ഞാൻ എടുത്ത് കഴിച്ചു. വിശന്നിട്ടൊന്നുമില്ല, വെറുതെ അവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ കഴിച്ചു എന്നേ ഉള്ളൂ. ചുറ്റുപാട് എന്തെല്ലാം കഴിച്ചേ? അമ്പപ്പച്ചു, പാല് കുടിച്ചു, പിന്നെ കോഴിമുട്ട അല്ലേ. അരക്കടലിൻ്റെ അവർക്ക് പാടി കൊടുത്തോട്ടെ. ചുറ്റുപാക്ക് തരും. ചുറ്റുപാവ് പറഞ്ഞോ അരക്കടലിൻ്റെ അവർക്ക് പാടി കൊടുത്തോട്ടെ. ചുറ്റുപാവ കുത്തക്കെട്ട കുട്ടി ആവുന്നുണ്ട് ഗൈസ്. ചുറ്റുപാവ പറഞ്ഞാലൊന്നും കേൾക്കുന്നില്ല. അങ്ങനെയില്ലടാ. പാടിക്കോ. എന്നാ പരിപാടി ഇതണ്ടാലോ. കാണണ്ട, കേട്ടാ മതി. ചുട്ടൂന്റെ മത്തി ഫ്രൈ. ആരാ തേച്ച് മറിഞ്ഞിട്ടെ? കൈ കാണിച്ച ചുട്ടൂന്റെ. പോലെ അപ്പോൾ 1 മണിയൊക്കെ ആയപ്പോൾ ഞാൻ പിന്നെ ചുട്ടുപ്പിക്ക് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവൾ പാലും മുട്ടയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ മുട്ടേൻ്റെ മഞ്ഞ അവൾ കഴിക്കൂല, വൈറ്റ് മാത്രം കഴിച്ചു. പിന്നെ പാലും കുടിച്ചു. അങ്ങനെ അവൾക്ക് കൊടുത്തു കഴിഞ്ഞ ശേഷം നമ്മളെ ഇന്നത്തെ ലഞ്ച് ഇതായിരുന്നു. അപ്പോൾ ഞാനും കഴിച്ചു. കുറേ ദിവസത്തിന് ശേഷം സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നാണ് കുറച്ച് മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചതെന്ന് പറയാം. എന്താ അറിയില്ല, ഇന്ന് ഞാൻ കുറച്ച് വൃത്തിയിൽ കഴിച്ചു. തൈരും മീനും നമ്മുടെ എന്താ പറയുക കപ്പക്ക വറുത്തതും എല്ലാം കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഇന്ന് ഫുഡ് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് കൂട്ടത്തിന് നമുക്ക് അമ്മ കുറച്ച് ചമ്മന്തിയും നല്ല വെളുത്തുള്ളി ചമ്മന്തിയും കൂടെ പൊടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ കുഴച്ച് ഒരു പീസ് ഫിഷൊക്കെ അതിൻ്റെ കൂടെ വെച്ച് നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഇതാ ചുട്ടുപ്പി ഉറങ്ങുമ്പോൾ ഞാൻ കുറച്ച് സമയം കിടന്നുറങ്ങി. വാപ്പ ഇതേടി പോന്ന് കൊതു കടിക്കുമ്പോ എന്താ എന്താ എൻ്റെ ഇതാ നമ്മൾ ഉറക്കെല്ലാം കഴിഞ്ഞ് ഇതാ ചുട്ടൂപ്പി എണീച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് സമയം ഉറങ്ങി. പിന്നെ കുറച്ച് എഡിറ്റിയായിട്ടുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ ഒന്ന് ചായ കുടിക്കണം. ചായക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന് പരിപാടിയൊന്നുമില്ല. നമ്മളെ നല്ല പഴമുണ്ട്, അത് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ചായ അല്ല, ഗ്രീൻ ടീ. ഞാൻ ഗ്രീൻ ടീ, അമ്മ കട്ടൻ ചായ അതായിരിക്കും കൊടുക്കുക. വായന. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് ചായ ഉണ്ടാക്കട്ടെ. എന്നിട്ട് ഇവളെ കുളിപ്പിക്കണം. ഇനിയിപ്പോൾ ഇന്നത്തെ പോലെ വൈകുന്നേരം ആകുമ്പോൾ മഴ വരുമോയെന്നറിയില്ല. എന്തായാലും ഞാൻ നോക്കട്ടെ. ഞാൻ ചായ വെക്കുമ്പോഴേക്കും എന്നാൽ പിന്നെ ചുട്ടൂന് വാട്ടർമെലൺ കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവൾ ഉറങ്ങി എണീച്ചിട്ട് ഞാനൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത് നമ്മളന്ന് സൂപ്പർ മാർക്കറ്റ് പോയപ്പോൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മൂപ്പർക്ക് ഓരോ ദിവസവും ഓരോന്ന് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ ഇത് കൊടുക്കാൻ വിട്ടുപോയി. അങ്ങനെ ഇന്ന് എന്നാൽ പിന്നെ വാട്ടർമെലൺ കട്ട് ചെയ്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. വാട്ടർമെലൺ എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ്. എന്താണെന്നറിയില്ല, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സംഭവം. അതിനിത് എൻ്റെ ഗ്രീൻ ടീ ഒക്കെ റെഡിയായി. അപ്പോഴേക്കും നമുക്ക് നിശേച്ചിയും പിന്നെ അപ്പക്കുട്ടനും വന്നിട്ടുണ്ടായിരുന്നു.
അവരെ അങ്ങനെ അവർക്കും ചായയൊക്കെ കൊടുത്തു. അപ്പം ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ആൾ ചമ്മലങ്ങ് അവനങ്ങ് എന്താ പറയുക ഇല്ലാണ്ടായിപ്പോയി. എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടും കൂടി കേട്ടോ ഇവേ. നമ്മൾ പണ്ടേ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സാണ്. എൻ്റെ എല്ലാ കാര്യവും ഓനും ഓൻ്റെ എല്ലാ കാര്യവും എനിക്കും അറിയാവുന്നവരാണ്. അതുപോലെ തന്നെ ചുട്ടൂനും അപ്പോട്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോട്ടിന് പഴം കൊടുക്കുമ്പോളെ കണ്ണാൻ തുമ്പി കുളിക്ക ഇവളെ കുളിപ്പിക്കട്ട്. അമ്മ ഷുട്ടൂനെ കുളിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ എന്നാൽ പിന്നെ ചപ്പാത്തി കുഴച്ച് വെച്ചിട്ട് ഞാനും അവളെ ഒന്ന് റെഡിയാക്കിയിട്ട് പിന്നെ പോയി കുളിക്കാമെന്ന് വിചാരിച്ചു. ഇന്നപ്പോൾ നമ്മൾ ഡിന്നറിന് ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ചു. കാരണം വേറെ നമുക്ക് ഇന്ന് അങ്ങനെ ദോശയൊന്നും ഉണ്ടാക്കാനൊന്നും കൂട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ആദ്യം തീരെ ഉണ്ടാക്കാൻ അറിയാത്തൊരു സാധനമായിരുന്നു ഈ ചപ്പാത്തി എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഉണ്ടാക്കി തന്നെ പഠിച്ചതാട്ടോ. പിന്നെ എന്താ പറയുക, നമ്മൾ ഒറ്റക്കൊക്കെ നിൽക്കുന്ന സമയത്ത് അങ്ങനെ എപ്പോഴും നമ്മൾ ചോറൊന്നും വേണ്ട എന്നുള്ളൊരു ടൈമൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ രാത്രി എപ്പോഴും ഉണ്ടാക്കി പഠിച്ച ഒരു സാധനമാണ് ഈ ചപ്പാത്തി എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ തരക്കേടില്ലാത്തൊരു എക്സ്പേർട്ടാണ് ചപ്പാത്തി. അങ്ങനെ ഇതാ നമ്മൾ ഷൂട്ട് ബേബീൻ്റെ കുളിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തെങ്കിലും പഴം എന്തെങ്കിലും കൊടുക്കണം. അവൾ ഓൾറെഡി വാട്ടർമെലൺ എല്ലാം കഴിച്ചാണ്. ഇപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും കൊടുക്കണം. ഞാൻ കുളിച്ചില്ല. ഞാൻ രാത്രിക്ക് ചപ്പാത്തിക്കെല്ലാം കുഴച്ച് വെച്ചു. ഇനിയിപ്പോൾ എനിക്ക് കുളിക്കണം. ഇപ്പം ഞാൻ ഇവിടെ ഒന്ന് സൈഡാക്കിയിട്ട് എന്തെങ്കിലും TV അങ്ങനെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. കൊക്കോമെലൻ കാണണമെന്ന് പറയുന്നുണ്ട്. നോക്കട്ടെ, കുറേ ദിവസമായി കാണാത്ത ആൾ കൊച്ചു വെച്ചിട്ട് തരാം അല്ലേ. അപ്പം നമ്മൾ വൈകനകാശ്വര അപ്പം ഷുട്ടൂനെ ഞാൻ TV വെച്ച് കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അമ്മ കുളിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് കുളിക്കണം. അതിന് മുന്നേ എനിക്ക് ഷുട്ടൂന് രാത്രി പാസ്ത കൊടുക്കാമെന്ന് വിചാരിക്കുന്നു ഇന്ന്. അപ്പോൾ അതൊന്ന് വേപ്പിച്ച് സെറ്റാക്കണം. പിന്നെ നമുക്ക് ചപ്പാത്തിക്ക് എന്തെങ്കിലും തക്കാളി കറിയോ ഉള്ളി റോസ്റ്റോ എന്തെങ്കിലും ആക്കണം. വേറെ കറിയൊന്നുമില്ല. പാസ്ത ഞാൻ നോർമലി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും പിന്നെ അതിൽ സ്റ്റിക്ക് ചെയ്ത് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും പിന്നെ നമ്മൾ വെളിച്ചെണ്ണയും കൂടി ആക്കിയിട്ട് ഞാൻ വേപ്പിക്കാനാണ് വെക്കലുള്ളത്. ഇപ്പം അടുത്താണ് ഞാൻ ഇങ്ങനെ കുക്കറിലിട്ട് നോക്കി അതിനേക്കാളും കുറച്ചും കൂടെ എളുപ്പത്തിൽ വേവുന്ന പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ കുക്കറിൽ ഒരു 3 വിസിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക ചെയ്യാറുള്ളത് ഇപ്പോൾ. പിന്നെ നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പാസ്ത വാങ്ങുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. വീറ്റ് പാസ്ത തന്നെ വാങ്ങിക്കാൻ നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക. മറ്റേത് കുറച്ചും കൂടി മൈദ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാത്തതാണ് നല്ലത്. ഞാൻ വീറ്റും നമ്മുടെ മറ്റേ സേമിയ അല്ലെങ്കിൽ റവ മിക്സ് ആയിട്ടുള്ള പാസ്തയാണ് ഞാൻ എപ്പോഴും വാങ്ങിക്കാറുള്ളത്. അത് നിങ്ങൾക്കത് വായിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. മൈദ പാസ്ത ഞാൻ തീരെ ഇതുവരെ ഞാൻ അവൾക്ക് കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അമ്മ വിളക്ക് കത്തിക്കാൻ നോക്കുന്നതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ അപ്പോഴേക്കും ഞാൻ എന്നാൽ പിന്നെ ചപ്പാത്തിൻ്റെ പരിപാടിയൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ നമുക്ക് കറി വെക്കേണ്ട പണിയേ ഉള്ളൂ. ഇന്ന് നമുക്ക് ഫിഷ് കറിയാണ്. പിന്നെ വെജായിട്ടൊന്നുമില്ല. അച്ഛൻ വെജ് മാത്രമേ കഴിക്കുള്ളൂ. അതുകൊണ്ട് ഇനി നമ്മൾ തക്കാളി കറി ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മയും ചുട്ടുപ്പിയും കൂടി വിളക്കെല്ലാം കത്തിച്ച് സെറ്റാകുമ്പോഴേക്കും ഞാൻ എന്നാൽ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം എനിക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പെല്ലാം കിട്ടും കേട്ടോ ചപ്പാത്തി. ആദ്യം എൻ്റെ മറ്റേ ഇന്ത്യൻ്റെ ഭൂപടത്തിനേക്കാളും കഷ്ടമായിട്ടുള്ള എന്താ പറയുക എന്തോ ഒരു ഷേപ്പിലുള്ള ചപ്പാത്തിയാണ് എപ്പോഴും കിട്ടാറുള്ളത്. പക്ഷെ ഇപ്പം ഞാനത് പരത്തി വളരെ എക്സ്പേർട്ടായി നല്ല റൗണ്ട് ചപ്പാത്തി എനിക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ട് ആ ചപ്പാത്തി പരത്തി നമുക്ക് ആ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടുമ്പം എന്തെന്നില്ലാത്തൊരു ആനന്ദമാണ് ഉള്ളിൽ. അപ്പോൾ ഞാൻ ഇവിടെയെല്ലാം വോയിസ് ഓവർ കൊടുക്കുന്ന വേറൊന്നുമല്ല. വിളക്കത്തിക്കാൻ സമയമായതുകൊണ്ട് തന്നെ അമ്മ അവിടെ പാട്ടെല്ലാം വെച്ച് എന്താ പറയുക ഭക്തിയിലങ്ങ് മുഴുകിയിട്ടാണുള്ളത്. അതുകൊണ്ട് പിന്നെ ഞാൻ എന്നാൽ പിന്നെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചപ്പാത്തിയൊക്കെ പരത്തി കഴിഞ്ഞു. ഇതാ ഞാൻ ചുട്ടെടുക്കാനും തുടങ്ങി. അമ്മേൻ്റെ പരിപാടിയെല്ലാം കഴിയുമ്പോഴേക്കും ചപ്പാത്തി റെഡിയാക്കിയാൽ പിന്നെ അമ്മ കറി വെച്ചോളും. അതുകൊണ്ട് അങ്ങനെയൊക്കെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചപ്പാത്തിയെല്ലാം ഏകദേശം ചുട്ട് കഴിഞ്ഞു. ഇനിയിപ്പം നമുക്കൊരു തക്കാളി കറി ആക്കണം. അത് അമ്മ ആക്കാന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്തായാലും ഷുട്ടൂനെ അപ്പോഴേക്ക് എടുക്കട്ടെ. ആരെങ്കിലും ഒരാൾ നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ അവള് ഭയങ്കര കുരുത്തക്കേടായിരിക്കും. തക്കാളി കറി എന്നാ എന്തിനാ കുരുത്തക്കേടായിരിക്കും.
അമ്മ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ തക്കാളിക്കറിയാണ് ഇത്. പക്ഷെ നല്ല ടേസ്റ്റും ആയിരിക്കും ദോശക്കും നമ്മുടെ ചപ്പാത്തിക്കും എല്ലാം. നമ്മൾ ഡിന്നറെല്ലാം റെഡിയായി. അതിനിടയ്ക്ക് ചുട്ടുപ്പി കുറച്ച് പാല് വേണമെന്ന് പറഞ്ഞ് പാല് കൊടുത്തു. ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് ചപ്പാത്തി കഴിക്കട്ടെ, എനിക്ക് വിശക്കുണ്ട്. 7:30 ആയി ആക്ച്വലി. കഴിക്കുന്ന ടൈമെല്ലാം കഴിഞ്ഞു. ഇനിയൊന്ന് ഞാൻ പോയിട്ട് ചപ്പാത്തി കഴിക്കട്ടെ. അപ്പോൾ എന്താണെന്നറിയില്ല, എനിക്ക് വല്ലാണ്ട് വിശന്നപ്പം ഞാനപ്പോൾ തന്നെ പോയി ചപ്പാത്തി കഴിച്ചു. ഷുട്ടൂനും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വെച്ചാൽ അവൾ പാൽ കുടിച്ചല്ലേ. അങ്ങനെ ഞാൻ ചപ്പാത്തിയെല്ലാം കഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഷുട്ടൂന് പാസ്ത ആക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അവൾ 2 പഴമൊക്കെ തിന്നിട്ടിരിക്കുന്ന. ഞാനിപ്പം എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ TV വെച്ച് നോക്കിയതാണ്. ARM ഉണ്ട്, കാണുമൊന്നുമില്ല, വെറുതെ ഇങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഇനി പാസ്ത ആക്കുമ്പോൾ കാണാം. കുറച്ച് സമയം TV ഒക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ ഞാനെന്നാൽ പിന്നെ പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് ഭയങ്കര ഒരു ബേസ് പാസ്ത കേട്ടോ. ഞാൻ അങ്ങനെ ഇതിൻ്റെ അകത്ത് ഭയങ്കര ഡെക്കറേഷനോ കാര്യങ്ങളോ ഒന്നും ഇടുന്നില്ല. ഇതിൽ ഞാൻ ആക്ച്വലി ഗാർലിക്ക് ചേർക്കാറുണ്ടായിരുന്നു, ഒരു 2 കഷ്ണം. പക്ഷേ ഇപ്പോൾ ചുട്ടുന്ന ഗാർലിക്ക് കടിക്കുമ്പോൾ വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അതും ചേർക്കാണ്ട് നോർമൽ പാസ്തയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് പോയി ചെക്കൗട്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ്. അപ്പോൾ അവർ ഭയങ്കര ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്തോളും. കഴിഞ്ഞ അപ്പോൾ ഉറങ്ങിയാ? അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ മേലെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ, നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെയാണ്. ഇവിടെ പിടിച്ച് എങ്ങനെയും കിടത്തി ഉറക്കണം. പക്ഷെ അതിനൊക്കെ ടൈം ആയിട്ടില്ല. ആള് കുറേ നേരം ഇവിടുന്ന് കളിക്കും. ഇപ്പോൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കില്ല. ഓളോള് അപ്പൂട്ടനെ ഉറക്കുന്ന തിരക്കിലാണ്. അയ്യോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഇത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. എന്താ പറയുക, ഇന്ന് അങ്ങനെ എവിടെയും പോകാനൊന്നും ഉണ്ടായിരുന്നില്ല. നാളെയും എവിടെയും പോകാനൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇനിയും നമ്മളെ വീഡിയോസ് ഇതുപോലെ തന്നെ കാണുക. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ നാളത്തെ ഡെയിലി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ്. ഷുട്ടിന്റെ മൈക്കാണത്. ബൈ.